ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ മാൻഷൻ ഹൗസ് മല്ലേഷ് എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഭയങ്കരമായി മഴ പെയ്യാണ്. ആ മഴയത്തും വീട്ടിലൊരു അച്ഛൻ വളരെ ദേഷ്യത്തോടെ തന്റെ മകന് വേണ്ടി കാത്തിരിക്കുന്നു. ആ മകനാകട്ടെ ഒരു മദ്യക്കുപ്പിയുമായി വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ആ അച്ഛനും എടാ വരാൻ ഇത്രയും സമയം എടുത്തു, നിനക്കായി ഞാൻ എത്ര നേരമായിടാ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ കുപ്പി വാങ്ങി കുടിച്ചിട്ട് ആ മകനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെയുള്ള ആ മകന്റെ പേരാണ് മല്ലേഷ്, നമ്മുടെ സിനിമയിലെ നായകൻ. അങ്ങനെ അച്ഛനിൽ നിന്ന് അടി കിട്ടുമ്പോഴെല്ലാം അവരുടെ അമ്മയാണ് വന്ന് നമ്മുടെ നായകനെ രക്ഷിക്കുന്നത്. ഈ വേദനകളിലൂടെയും വിഷമങ്ങളിലൂടെയുമാണ് നമ്മുടെ നായകൻ വളർന്നത്. നായകന് ഈ ലോകത്ത് തന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അവന്റെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ കുടിക്കുന്ന ആ മദ്യത്തിൽ അവൻ മൂത്രം കലർത്തി വെക്കുമായിരുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ നായകന് അവന്റെ അച്ഛന്റെ ബുള്ളറ്റ് ബൈക്ക് വളരെ ഇഷ്ടമാണ്. അതിനു മുകളിൽ വലിയ ആഗ്രഹത്തോടെ കയറി ഇരുന്നാൽ പോലും അച്ഛൻ വന്ന് അടിച്ച് താഴെ ഇറങ്ങാൻ പറയും. ഇങ്ങനെയാണ് അച്ഛനിൽ നിന്ന് നിരന്തരം അടി വാങ്ങി മടുത്തൊരു ജീവിതം നമ്മുടെ മല്ലേഷ് നയിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് തന്റെ അച്ഛൻ എപ്പോഴും ഇത് തന്നെയാണല്ലോ കുടിക്കുന്നത്, ഇത് കുടിച്ചാൽ നമുക്കും അച്ഛനെ പോലെ സന്തോഷമായിരിക്കാം എന്ന് കരുതി ആ പ്രായത്തിൽ തന്നെ അവൻ മദ്യപിക്കാൻ പഠിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായകൻ അച്ഛനെ തിരിച്ചടിക്കുകയും പെറ്റ മകൻ അച്ഛനെ അടിക്കുന്നോ എന്ന് പറഞ്ഞ് അച്ഛൻ നിലവിളിക്കുകയും ചെയ്യുന്നു. അയ്യോ, വീട്ടിലെന്തെങ്കിലും വലിയ പ്രശ്നമാവുമെന്ന് കരുതി നമ്മുടെ നായകൻ വളരെ ഭയപ്പെടുന്നു. അതിനുശേഷം വീട്ടിൽ അമ്മയോടും അച്ഛനോടും പറയാതെ അവിടെ നിന്നും ഒളിച്ചോടിയതിനു ശേഷം എവിടെയെങ്കിലും ജോലി ചെയ്യണമല്ലോ. അങ്ങനെ അടുത്തുള്ള ഒരു നാട്ടിൽ വന്ന് ഈ ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അവിടെ അവനോടൊപ്പം താമസിക്കുന്ന പയ്യന്മാരുണ്ടല്ലോ, അവരും സ്ഥിരമായി മദ്യപിക്കുന്നവരായിരുന്നു. അങ്ങനെ അവരോടൊപ്പം ഇവൻ മദ്യപിക്കാൻ ശീലിക്കുന്നു. ഇതിനിടയിലാണ് തന്റെ അച്ഛൻ കുടിച്ച് തന്നെ മരിച്ചുപോയി എന്നൊരു വിവരം നമ്മുടെ നായകന് ലഭിക്കുന്നത്. ഇത് കേട്ട് അവൻ ഭയങ്കരമായി കരയുമെന്ന് കരുതിയപ്പോൾ അവൻ അവിടെ ഡാൻസ് കളിക്കുകയാണ്. ഇതിനുശേഷം എന്തിനാണ് ഈ അടുത്ത നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത്, സ്വന്തം വീട്ടിൽ പോയി രാജാവിനെ പോലെ ജീവിക്കാലോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിച്ച് നമ്മുടെ നായകൻ അവന്റെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കഥ ഇപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. നായകന് ഇപ്പോൾ 28 വയസ്സിന് മുകളിലായി. തന്റെ അച്ഛൻ എങ്ങനെയാണോ ഈ വീട്ടിലിരുന്ന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ മദ്യപിച്ച് സ്വന്തം ജീവിതവും അതുപോലെ തന്റെ ഭാര്യയുടെ ജീവിതവും നശിപ്പിച്ചത്, അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നായകനും ദിനരാത്രങ്ങൾ എപ്പോഴും മദ്യപിച്ച് നടക്കുന്നത്. അമ്മ സമയമായി എഴുന്നേറ്റ് എന്തെങ്കിലും ജോലിക്ക് പോ എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ നമ്മുടെ നായകൻ എഴുന്നേറ്റ് കുളിച്ചിട്ട് പുറത്തു വന്ന് തന്റെ അച്ഛന്റെ ഫോട്ടോയിൽ തന്റെ തുണിയും ഇട്ട് പോകുന്നു. ഇപ്പോൾ നായകന്റെ വീടിന്റെ കാര്യം പറഞ്ഞാൽ നായകനും അവന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൂടാതെ വീട്ടിലൊരു വേലക്കാരി വരും. ഇവർ ഈ വീട്ടിൽ മാത്രമല്ല ജോലി ചെയ്യുന്നത്, നാട്ടിലുള്ള പലരുടെയും വീടുകളിൽ വേലക്കാരിയായി ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലെ എന്തെങ്കിലും രഹസ്യം സംസാരിക്കുകയാണെങ്കിൽ ഈ വേലക്കാരി അറിയാതെയാണ് സംസാരിക്കുക. കാരണം ഇവരറിഞ്ഞാൽ അത് നാട് മുഴുവൻ അറിഞ്ഞതുപോലെയാണ്. അങ്ങനെ ഈ വേലക്കാരിക്ക് കുറെ കാലമായി നമ്മുടെ മല്ലേഷിനോട് ഒരു ഇഷ്ടമുണ്ട്. ആഹാ, എന്തൊരു ലുക്കാണ്, ഇവനെ ഞാൻ വിവാഹം കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. മല്ലേഷിന്റെ അച്ഛൻ മരിച്ചു പോയെങ്കിലും മല്ലേഷിന്റെ അച്ഛന്റെ ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്ക് ദിവസവും അത് കണ്ട് അച്ഛനെ ഓർത്ത് ആ ബൈക്ക് എടുത്ത് ഓടിക്കാറുണ്ട്. നാട്ടിൽ ഈ മൈക്ക് സെറ്റൊക്കെ വെക്കുന്ന ഒരു ജോലിയാണ് നമ്മുടെ നായകൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നായകന്റെ കടയിൽ നിന്നും മൈക്ക് സെറ്റ് കൊണ്ടുപോയവർ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഒരു മരണ വീട്ടിൽ ഈ മൈക്ക് സെറ്റ് കെട്ടുമ്പോൾ ആ വീട്ടിലുള്ള ഒരാൾ വന്ന് ഭയങ്കരമായ വഴക്കുണ്ടാക്കി. അതും നമ്മുടെ മല്ലേഷിന്റെ മൈക്ക് സെറ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ വലിച്ചു പറിച്ച് പൊട്ടിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞതും നായകന് ഭയങ്കര ദേഷ്യം വരികയാണ്. ഇപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഇതെല്ലാം ചെയ്തത് മറ്റാരുമല്ല, തന്റെ സ്വന്തം ചേട്ടനാണെന്ന് അവന് മനസ്സിലാവുന്നു. ഇവനാണ് വഴക്കുണ്ടാക്കിയത്. ഇവനാണ് നമ്മുടെ നായകന്റെ ചേട്ടൻ. അതായത് സ്വന്തം ചേട്ടനല്ല, നായകന്റെ അമ്മയ്ക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്. ആ ജ്യേഷ്ഠന്റെ മകനാണ് ഇവനാണ് ഈ സിനിമയിലെ വില്ലൻ. നേരത്തെ തന്നെ കുടുംബത്തിൽ സ്വത്ത് തർക്കം ഉള്ളതുകൊണ്ട് എപ്പോഴും ഇവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട്. ഇവർ രണ്ടുപേർക്കും അവകാശപ്പെട്ട ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി തനിക്കാണെന്ന് പറഞ്ഞ് രണ്ടുപേരും തല്ലുകൂടാറുണ്ട്. രണ്ടുപേരുടെ കയ്യിലും ആ ഭൂമിയുടെ ആധാരം ഉള്ളതുകൊണ്ട് ഈ ഭൂമി പ്രശ്നം തന്നെയാണ് ഇവർക്കിടയിലെ വലിയ പ്രശ്നം. അതുകൊണ്ട് നാട്ടുകാർ ഇവരെ കണ്ടാൽ ശല്യം ഉണ്ടാക്കാൻ വന്നെന്ന് പറഞ്ഞ് കുറച്ച് മാറി നിൽക്കും. ഇപ്പോൾ നമ്മുടെ നായകൻ അവിടെ പോയി വഴക്കുണ്ടാക്കി വന്നതെല്ലാം നായകന്റെ അമ്മയോട് പറയുന്നു. അവർക്ക് ഭയങ്കര ദേഷ്യം വരാണ്. ഇവൻ ഇങ്ങനെ തന്നെ തുടർന്നാൽ തീർച്ചയായിട്ടും അവന്റെ അച്ഛനെ പോലെ തന്നെയായി മാറും. ഇനി ഇവനെ നന്നാക്കാൻ ഒരു പെണ്ണ് വന്നാലേ ശരിയാവൂ. വേഗം ഇവനെ വിവാഹം കഴിപ്പിക്കണം എന്നവർ തീരുമാനിക്കുന്നു. തന്റെ മകൻ മല്ലേഷിനോടും വന്ന് വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ താൻ ജനിച്ചത് മുതൽ അമ്മ തന്നോട് വലുതായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, കുറഞ്ഞ പക്ഷം വിവാഹം കഴിക്കാനല്ലേ പറയുന്നത് എന്ന് നായകൻ ചിന്തിച്ച് സമ്മതിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നായകന് പെണ്ണ് കാണുന്ന വിവരത്തെക്കുറിച്ച് അവന്റെ ചേട്ടനായ ഈ വില്ലൻ ഉണ്ടല്ലോ, അയാളും കേൾക്കുന്നു. എന്ത്, അവന് വിവാഹോ എന്ന് കരുതി അയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഇപ്പോൾ നമ്മുടെ നായകനെയും കൂട്ടി അവന്റെ അമ്മ ഒരു പെണ്ണ് കാണാൻ വരികയാണ്. ആ പെൺകുട്ടി വളരെ സുന്ദരിയുമാണ്. ഇവളാണ് നമ്മുടെ സിനിമയിലെ നായിക. ഇവരുടെ പേര് ഗായത്രി എന്നാണ്. ആ നാടിനെ സംബന്ധിച്ച് നമ്മുടെ നായകൻ സ്ഥിരമായി മദ്യപിക്കുന്നവനും നാട്ടുകാർക്ക് അടങ്ങാതെ നടക്കുന്നവനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അടുത്ത നാട്ടിൽ വന്ന് ഇവർ പെണ്ണ് ചോദിച്ചത്. അങ്ങനെ ആ പെൺകുട്ടിയുടെ അച്ഛനോടും നമ്മുടെ നായകന്റെ അമ്മ എൻ്റെ മകൻ തങ്കക്കുടമാണ്, മദ്യപാനമോ മറ്റു ദുശീലങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ നുണ പറഞ്ഞാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ വിവാഹം ഉറപ്പിക്കുന്നത്.
എങ്കിലും നമ്മുടെ നായികയ്ക്ക് വരനുമായി തനിച്ച് സംസാരിക്കണം എന്ന് തോന്നുകയാണ്. ഇപ്പോൾ മല്ലേഷും നമ്മുടെ ഗായത്രിയും തനിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ നായകൻ, ഞാൻ സത്യം പറയാം, എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ അത്ര തങ്കക്കുടമൊന്നുമല്ല. എനിക്ക് നല്ലപോലെ മദ്യപിക്കുന്ന ശീലമുണ്ട്. ദിവസവും കുടിച്ചില്ലെങ്കിൽ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ ഇടയ്ക്കിടെ ഈ റൗഡിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ദേഷ്യം വന്നാൽ ഞാൻ തല്ലും. ഈ സ്വഭാവമൊക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ വിവാഹം കഴിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. എന്തായാലും വേണ്ടെന്ന് തന്നെയാണല്ലോ പറയാൻ പോകുന്നത്, അതിപ്പോഴേ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഇവനും കുടുംബത്തോടൊപ്പം വന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ നായകനൊരു സന്തോഷകരമായ ഞെട്ടലുണ്ടായി. അവിടെ നായിക എല്ലാവരുടെയും മുന്നിൽ വന്ന് നമ്മുടെ നായകനെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. താൻ സത്യമെല്ലാം പറഞ്ഞതിന് ശേഷവും ഈ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അത് കൊള്ളാലോ എന്ന് നായകൻ ചിന്തിക്കുന്നു. ഇപ്പോൾ നായകന് അവിടെ വിവാഹവും നടക്കുകയാണ്. ഈ വിവരം കേൾക്കുന്ന നായകന്റെ ചേട്ടനായ വില്ലൻ ഉണ്ടല്ലോ, അയാൾക്ക് ഭയങ്കരമായ അസൂയ തോന്നുന്നു. ഇവനൊക്കെ വിവാഹമോ? ഇവന്റെ ജീവിതമൊന്നും നന്നാവില്ല, ഇവനൊന്നും ഒരിക്കലും നന്നാവില്ലെന്ന് കരുതിയപ്പോൾ ഇവനെന്താ വിവാഹമൊക്കെ കഴിക്കുന്നതെന്ന് ഓർത്ത് അയാൾ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നു. താഴെ ഇരുന്നുകൊണ്ട് നായകനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. നായകന്റെ അമ്മയും, വാ ശേഖരെ, നീ വരില്ലെന്നാണ് കരുതിയത്, നീ വന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവിടെ ഈ വില്ലൻ ശേഖർ തന്റെ ആൾക്കാരെ അയച്ചിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനോട് നായകനെ കുറിച്ചുള്ള സത്യങ്ങൾ പറയുന്നത്. അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അടുത്തും ഒരു മദ്യക്കുപ്പി കൊടുത്തിട്ട് ഇവന് ഈ മദ്യം വെച്ച് പൂജ ചെയ്യും, അപ്പോഴേ ഇവന് വളരെ ഇഷ്ടാവും, കാരണം ഇയാൾക്ക് മദ്യം തൊടാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. അവിടെ ഈ അഗ്നിസാക്ഷിയായി ഈ മല്ലേഷിനെ കൊണ്ട് തന്നെ പറയാൻ പറ, താൻ കുടിക്കില്ലെന്നും ഈ കുടിക്കുന്ന സത്യമെല്ലാം മറച്ചു വെച്ചാണ് അവൻ ഈ വിവാഹം തന്നെ ചെയ്യുന്നതെന്ന് എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ നായികയുടെ അച്ഛൻ ആകെ തകർന്നു പോകുന്നു. അവിടെ വെച്ച് തന്നെ ആ വിവാഹം നിർത്തിവെച്ചിട്ട് നമ്മുടെ നായകന്റെ അമ്മയോടും, എന്താ അമ്മേ, നിങ്ങളുടെ മകൻ വലിയ തങ്കക്കൂടാണെന്ന് പറഞ്ഞ് വിവാഹം ചെയ്യാൻ വന്നാൽ ഞങ്ങളോട് ഇങ്ങനെ നുണ പറഞ്ഞിരിക്കുകയാണോ? ഇതിനു മുകളിൽ നിങ്ങളുടെ മകന് എന്റെ മകളെ വിവാഹം ചെയ്തു തരില്ല. ഗായത്രി അവിടെ നിന്ന് എഴുന്നേക്ക്, വാ മോളെ പോകാന്ന് പറഞ്ഞ് അവരും വിളിക്കുമ്പോൾ നായകന്റെ അമ്മ അവരുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുന്നു. നായകനും അവിടെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഈ ആളുടെ കാലിലൊക്കെ എന്തിനാണ് അമ്മ വീഴുന്നത് എന്ന് ചോദിച്ച് അവിടെ വെച്ച് നമ്മുടെ നായികയുടെ അച്ഛനെ അവൻ തല്ലുന്നു. എടോ, ഞാൻ അന്ന് തന്നെ നിങ്ങളുടെ മകളോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെയുള്ളവനാണെന്ന്. ഇതെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് അവൾ വിവാഹത്തിന് തന്നെ സമ്മതിച്ചത്. വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ സീൻ ഉണ്ടാക്കരുത്, വേണമെങ്കിൽ നിങ്ങളുടെ മകളോട് തന്നെ ചോദിക്ക് എന്നവൻ ചോദിക്കുന്നു. അവിടെ നായികയും എനിക്ക് ഇവനെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ നായകൻ മണ്ഡപത്തിൽ കയറിയിരുന്ന് നായികയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. താലി കെട്ടിയ ഉടനെ നേരെ ഈ വില്ലനെ കാണാനാണ് നമ്മുടെ നായകൻ വരുന്നത്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ അവകാശപ്പെട്ട ഒരു ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിയിൽ നമ്മുടെ നായകൻ അവന്റെ ബോർഡ് കൊണ്ടുവന്ന് വെക്കുന്നു. ഈ ഭൂമിയിൽ തുടങ്ങിയ ആദ്യ ദിവസമാണല്ലോ, ഇത്രയും നാൾ ഞാൻ നന്നായിരിക്കരുത് എന്ന് നീ കരുതി. ഞാനും ഇതിനെക്കുറിച്ച് വലുതായി കാര്യമാക്കിയില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നു ഇതെന്റെ ഭൂമിയാണ്, നീ കോടതിയിൽ എവിടെ വേണമെങ്കിലും പോ, എന്നാൽ എന്റെ ഭൂമി ഞാൻ തിരികെ എടുക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അവിടെ വഴക്ക് ആരംഭിക്കുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് ഈ കഥയിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് വരുന്നത്. അന്ന് നമ്മുടെ നായകന്റെ ആദ്യ രാത്രിയാണ്. അതിനായി നായകന്റെ കൂട്ടുകാർ ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. നായകന്റെ വീട്ടിലെ വേലക്കാരി ഉണ്ടല്ലോ, അവരും ഇഷ്ടമില്ലാതെ അവിടെ കിടക്കയൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പുതുതായി വിവാഹം കഴിഞ്ഞു വന്ന ഗായത്രി ഉണ്ടല്ലോ, അവരും വലിയൊരു സ്വപ്നത്തോടെയാണ് അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നായകനാകട്ടെ ആദ്യ രാത്രിക്ക് പോകുന്നതിന് മുൻപായി കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ചെറുതായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇവർ രണ്ടുപേരും മുറിയിലേക്ക് വരുന്നു. നായകൻ ഇനി ബഹുമാനമൊന്നും തരണ്ട, ഇനി മുതൽ നീ എന്നിൽ ഒരുവളായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായികയുടെ അടുത്തേക്ക് വരുന്നു. അപ്പൊ തന്നെ അടുത്ത മുറി കാണിക്കുന്നുണ്ട്. അവിടെ ഒരു അപ്പൂപ്പൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ റേഡിയോയുടെ കണക്ഷൻ ഇടപെട്ട് പോകുന്നത് പോലെയും അതിനുശേഷം പൂർണ്ണമായും പോകുന്നത് പോലെയും കാണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ നായികയുടെ അടുത്തേക്ക് എത്തുമ്പോൾ നായികയ്ക്ക് പെട്ടെന്ന് ഛർദി വരുന്നു. അവരവിടെ നിന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി നമ്മുടെ നായകന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഛർദ്ദിക്കുകയാണ്. അങ്ങനെ നായിക അവിടെ ഛർദ്ദിച്ചത് കൊണ്ട് അവരുടെ ആദ്യ രാത്രി അവിടെ തടസ്സപ്പെട്ടു പോകുന്നു. ഈ സങ്കടത്തോടെ തന്നെ ആ രാത്രി നമ്മുടെ നായകൻ ഉറങ്ങുകയാണ്. അടുത്ത ദിവസം രാവിലെയും നായകനെ അവർ കാപ്പി നൽകി എഴുന്നേൽപ്പിക്കുന്നു. നായകൻ തന്റെ കൂട്ടുകാരോട് അടുത്ത ദിവസം വളരെ വിഷമത്തോടെ ഇരുന്ന് സംസാരിക്കുകയാണ്. നായകന്റെ കൂട്ടുകാരും, എന്താടാ എല്ലാവരും വിവാഹം കഴിഞ്ഞ് 3-4 മാസത്തിന് ശേഷമാണ് ഛർദ്ദിപ്പിക്കുക, നീയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ ഛർദ്ദിപ്പിക്കുന്നല്ലോ എന്നൊക്കെ സംസാരിക്കുന്നു. എടാ, അവൾ ഛർദ്ദിച്ചതിന്റെ കാര്യം വേറെയാണ്. ഇന്നലെ ഞാൻ ഒരുപാട് കുടിച്ചിട്ട് പോയതുകൊണ്ട് ആ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെയാണ് അവൾ ഛർദ്ദിക്കാൻ പോയത്. അത് കാരണം എനിക്ക് രാത്രി വലിയ നാണക്കേടായി. ഇന്നത്തെ രാത്രിയെങ്കിലും കുടിക്കാതെ പോകണം എന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇന്ന് രാത്രി നമ്മുടെ നായകൻ കുടിച്ചിട്ടില്ല. തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇപ്പോൾ വരികയാണ്. ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ ഒന്നാകാമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അടുത്ത മുറിയിലുള്ള ആ അപ്പൂപ്പനെ കാണിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ വീണ്ടും കണക്ഷൻ കട്ടാകുന്നത് പോലെയും കുറച്ചു നേരത്തിനുള്ളിൽ പൂർണ്ണമായി നിൽക്കുന്നത് പോലെയും അവിടെ കാണിക്കുന്നു. ഇപ്പോൾ നായകനും നായികയുമുള്ള മുറി കാണിക്കുകയാണ്. നായകൻ അവിടെ വലിയ ടെൻഷനിലാണ്. ഇതെങ്ങനെ സാധ്യമാവും, എങ്ങനെയെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇപ്പൊ വീണ്ടും ഭാര്യയുടെ അടുത്ത് വന്നിട്ട്, നിനക്കെങ്കിലും
എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ വീണ്ടും അതേ റേഡിയോ കാണിക്കുന്നു. അതിൽ വീണ്ടും കണക്ഷൻ പ്രശ്നം വരുന്നു. അപ്പോൾ നായകൻ അപ്പോൾ അതാണ് സത്യമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് തനിക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴാണ് അവൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ മുറി വിട്ടും വീട് വിട്ടും നായകൻ അപമാനത്തോടെ പുറത്തു വരുന്നു. അങ്ങനെ വീടിന്റെ വാതിൽക്കൽ ബാനർ വെച്ചിട്ടുണ്ടല്ലോ, ആ ബാനർ അവൻ വലിച്ചു കീറി എറിയുന്നു. അതിനുശേഷം സ്വന്തം ഭാര്യയുടെ മുഖത്ത് നേരെ നോക്കാൻ പോലും കഴിയാത്തത്ര അപമാനമാണ് നായകന്. ഇതെല്ലാം ആ വീട്ടിലുള്ള വേലക്കാരിയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നായികയും തന്റെ അമ്മായിയമ്മയോട് സംസാരിക്കുമ്പോൾ, നീ വിവാഹം കഴിഞ്ഞ പെണ്ണാണ്, വീട്ടു ജോലിയൊന്നും നോക്കണ്ട, പെട്ടെന്ന് ഗർഭിണിയായാൽ എല്ലാം ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത് എന്നവർ പറയാണ്. എന്നാൽ അതൊക്കെ പറയുമ്പോൾ നായികയ്ക്കും അവിടെ ഒരു വല്ലായ്മ തോന്നുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ നായകന്റെ അടുത്ത് വന്ന് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് നിന്റെ ആദ്യ രാത്രി നടക്കാത്തതെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, പ്രശ്നം എൻ്റെ അടുത്താണ്, എൻ്റെ ആണത്തത്തിൽ ചില കുറവുകളുണ്ട് എന്ന് നായകൻ പറയുന്നു. അതെ, ഇതിനാലാണ് അവിടെ അത് തടസ്സപ്പെട്ടു പോയത്. ഇപ്പോൾ ഇവനും അവിടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് വരുന്നു. അവിടെ കുറച്ച് ഗുളികകളൊക്കെ വാങ്ങുന്നു. ഇപ്പോൾ പതിവ് പോലെ വീണ്ടും നമ്മുടെ നായകൻ തന്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. തന്റെ ഭാര്യയോട് ഒന്നും വിഷമിക്കേണ്ട, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി എന്ന് പറയുന്നു. എന്നാൽ സങ്കടം എന്താണെന്ന് വെച്ചാൽ ആ ഗുളികകളൊക്കെ കഴിച്ചതിന് ശേഷം പോലും നമ്മുടെ നായകന്റെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെട്ടില്ല. ഇതിൽ അവന്റെ ഭാര്യ പൂർണ്ണമായും തകർന്നു പോയിട്ട് നമ്മുടെ ജീവിതം തന്നെ നാശമായി എന്ന് കരുതി ഉറങ്ങാണ്. ഇപ്പോൾ വീടിന് പുറത്തുള്ള ആ വേലക്കാരി ഉണ്ടല്ലോ, അവർക്കൊരു സംശയം. ഇവര് വിവാഹിതരായിട്ട് ഒരാഴ്ചയാകും പോവാണ്. എന്നാൽ ഇനിയും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന പോലെ തോന്നുന്നില്ലല്ലോ. രാത്രിയിൽ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കരുതി ചെവി വെച്ച് ഒളിഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അവിടെ കട്ടിൽ ആടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ വേലക്കാരിക്ക് നമ്മുടെ നായകനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അയ്യോ, അപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനി അവന്റെ മേൽ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് കരുതി അടുത്ത ദിവസം രാവിലെയും ആ മുറി വൃത്തിയാക്കാമെന്ന് കരുതി പോകുമ്പോൾ അവിടെ തുണികളെല്ലാം ചിതറിക്കിടക്കുന്നത് കണ്ട് ആ വേലക്കാരി പിന്നെയും കരയുന്നു. ഇപ്പോൾ വീണ്ടും അടുത്ത ദിവസത്തെ രാത്രിയും വരികയാണ്. എന്നാൽ സത്യത്തിൽ ആ മുറിയിൽ രാത്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ നായകന് ആണത്തത്തിൽ കുറവുണ്ടല്ലോ. ഇതിൽ നായകനോട് പിണങ്ങി ഭാര്യ അവിടെ ഉറങ്ങിപ്പോവും. ഇപ്പോൾ ഈ വേലക്കാരി പുറത്തു നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് നായകൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ അവളുടെ മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പിടിക്കപ്പെടും. നാട് മുഴുവൻ അറിയുമെന്ന് കരുതി ആ രാത്രി തന്റെ ഭാര്യ ഉറങ്ങിക്കൊണ്ടിരുന്ന കട്ടിൽ നായകൻ ആട്ടുമായിരുന്നു. ഇത് ഒരു ദിവസം മാത്രമല്ല ചെയ്തത്, ഓരോ ദിവസവും നമ്മുടെ നായകൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ രാത്രി നടക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാം കൂട്ടുകാരോടും വളരെ സങ്കടത്തോടെ നായകൻ പറയാണ്. തന്റെ ഭാര്യയുടെ അടുത്ത് നിന്നും സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്, ദയവ് ചെയ്ത് ഈ പ്രശ്നത്തെക്കുറിച്ച് പുറത്തു പറയരുത്, അമ്മയോ വേലക്കാരിയോ അറിയാതെ നോക്കണം എന്നൊക്കെ പറയാണ്. ഒരു ദിവസം ഈ വേലക്കാരിക്ക് സംശയം കൂടുകയാണ്. മിണ്ടാതെ വീടിന്റെ പിന്നിൽ പോയി ആ മുറിയുടെ ജനൽ തുറന്നു നോക്കാം എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ജനൽ അന്ന് തുറന്നു നോക്കുമ്പോഴാണ് അവിടെ നമ്മുടെ നായകൻ ആ കട്ടിൽ വെറുതെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വേലക്കാരി ശ്രദ്ധിക്കുന്നത്. ഓ, അപ്പോൾ ഇതാണോ കാര്യം? അപ്പോൾ സത്യത്തിൽ ഇവൻ ആണത്തത്തിൽ പ്രശ്നമുള്ളതുപോലെയാണല്ലോ എന്നിപ്പോൾ പൂർണ്ണമായും ഈ വേലക്കാരി കണ്ടുപിടിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഈ വേലക്കാരി പതിവ് പോലെ അടിച്ചു വാരുന്ന സമയത്ത് നായിക പുറത്തു വരുന്നു. ഇപ്പോൾ നായകനും അതുപോലെ ഗാംഭീര്യത്തോടെ പുറത്തു വന്നിട്ട്, മുറി പതിവ് പോലെ അടിച്ചു വാര്, വെറുതെ ഉഴപ്പിക്കൊണ്ട് നടക്കാതെ എന്നവൻ തമാശയ്ക്ക് സംസാരിക്കുന്നു. അപ്പോഴാണ് ആ വേലക്കാരി അവിടെയുള്ള കട്ടിലാട്ടി കാണിക്കുന്നത്. ഇത് കാണുന്ന നായകന് അവിടെ വല്ലാത്തൊരു ഭയം തോന്നുന്നു. അയ്യോ, അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവൾക്ക് മനസ്സിലായോ? ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കരുതി അവിടെ അവൻ ആകെ വല്ലാതെ ആവുന്നു. ഇപ്പോൾ വേലക്കാരിക്ക് മനസ്സിലായ കാര്യം തന്റെ കൂട്ടുകാരനോട് നായകൻ വന്ന് പറയുമ്പോൾ, എടാ, ആ വേലക്കാരി സരോജയ്ക്കാണോ ഈ കാര്യം മനസ്സിലായത്? അവൾ സാധാരണക്കാരി അല്ലടാ, അവളുടെ വായ ഒരു വലിയ ഓട്ടയാണ്. ഇത് ഈ ഗ്രാമം മുഴുവൻ അറിഞ്ഞതുപോലെയാണല്ലോ എന്നവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ആ വേലക്കാരി ഈ ഗ്രാമം മുഴുവനും നായകനുള്ള പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു. അത് ഈ വില്ലൻ ഉണ്ടല്ലോ, അയാളും ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അയാൾക്ക് വലിയ സന്തോഷമായി. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇവൻ വിവാഹം കഴിഞ്ഞിട്ട് പോലും സന്തോഷമായി ജീവിക്കുന്നില്ല എന്നവിടെ അയാൾ ഉറപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ അവിടെയുള്ളൊരു ഡോക്ടറെയും വന്ന് കാണുന്നുണ്ട്. നിനക്ക് ഇങ്ങനെയൊരു പ്രശ്നം വരാനുള്ള പ്രധാന കാരണം നീ ദിവസവും കുടിക്കുന്നതുകൊണ്ടാണ്. അതും വളരെ വർഷങ്ങളായി നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് കുട്ടികളുണ്ടാകാൻ കഴിയില്ല. നീ എപ്പോൾ മദ്യപാനം നിർത്തി ഒരു സാധാരണ ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നോ അപ്പോൾ മാത്രമേ നീ ആരോഗ്യവാനാവൂ എന്ന് ഡോക്ടർ പറഞ്ഞു തീർക്കുന്നു. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ട് നമ്മുടെ നായകൻ സങ്കടപ്പെട്ട് വീണ്ടും കുടിക്കാൻ വരികയാണ്. ഇപ്പോൾ അതേ സ്ഥലത്ത് വന്ന് വില്ലനുണ്ടല്ലോ, അയാളും നായകനെ പ്രകോപിപ്പിക്കുന്നത് പോലെ വഴക്കുണ്ടാക്കുന്നു. ആ വഴക്ക് കൂടുകയാണ്. അപ്പോഴാണ് അയാൾ ഒരു വെല്ലുവിളി നടത്തുന്നത്. അതായത്, നീ ഒരു ആണല്ല എന്നിവിടെ എല്ലാവരും പറയുന്നു. അടുത്ത 6 മാസത്തിനുള്ളിൽ നീ ആണാണെന്ന് തെളിയിച്ച് നിന്റെ ഭാര്യയുമായി ചേർന്ന് നീ കുഞ്ഞിന് ജന്മം നൽകിയാൽ മുത്തശ്ശന്റെ ഭൂമിക്ക് വേണ്ടി നമ്മൾ രണ്ടുപേരും വഴക്കിടുകയാണല്ലോ, അത് ഞാൻ നിർത്താം. എല്ലാ ഭൂമിയും നിനക്ക് തന്നെ തരാം. ഒരുപക്ഷെ നിനക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഭൂമിയെല്ലാം എനിക്ക് മാത്രമുള്ളതാണ്. എന്താ, സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ നായകനും ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഈ അപമാനത്തോടെ തന്നെ നമ്മുടെ നായകൻ തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ നാട്ടിലുള്ളവരെല്ലാവരും നായകനെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നു. കാരണം എല്ലാവർക്കും സത്യം മനസ്സിലായതുപോലെ ഇപ്പോൾ രാത്രിയിൽ നമ്മുടെ നായകൻ തന്റെ ഭാര്യയുടെ അടുത്ത് വന്ന് ഉറങ്ങുകയാണ്. എന്നാൽ അവരും വളരെ അപമാനമായിട്ടാണ് കരുതുന്നത്. നായകന് ആ വേലക്കാരിയോടാണ് ഭയങ്കര ദേഷ്യം. ആ വേലക്കാരിയും, അയ്യോ, ഒരു വട്ടം എന്നോട് ക്ഷമിക്ക്, ഈ ഓട്ടവായ എനിക്ക് അടച്ചു വയ്ക്കാൻ കഴിയില്ല, നിങ്ങളാണെങ്കിൽ മദ്യപാനം നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തൊന്നും ഓടിപ്പോകുന്നു. അതിനുശേഷം നമ്മുടെ നായകൻ വളരെ ആരോഗ്യകരമായി
ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ധാരാളം മുരിങ്ങയ്ക്ക, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ നായകൻ കഴിക്കുന്നു. എങ്കിലും ഈ മദ്യപാനം അവന് നിർത്താൻ കഴിയുന്നില്ല. മറുവശത്ത് നമ്മുടെ നായികയുടെ അച്ഛൻ നമ്മുടെ നായകനുള്ള പ്രശ്നത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടെ നായികയെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ കാര്യം തന്റെ അമ്മ വഴി കേട്ടറിയുന്ന നായകന് ഭയങ്കര ദേഷ്യം വരാണ്. നേരെ നായികയുടെ വീട്ടിലേക്ക് വരാണ്. എടോ, എന്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താനാരാ? ഇത് ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു കാര്യമാണ്. എടി ഗായത്രി, നീ മനസാക്ഷി തൊട്ട് പറ, നീ സത്യമായിട്ട് എന്നെ സ്നേഹിച്ചില്ലേ? ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് കരുതി എന്നെ വിട്ടുപോകാൻ തയ്യാറാണോ എന്നവൻ ചോദിക്കുമ്പോൾ അവിടെ നായികയും ഞാൻ ഇപ്പോഴും നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത്, ഇതിനൊന്നും ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് തന്റെ ഭാര്യയുടെ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് നായകൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്റെ ഭാര്യയെയും വിളിച്ചുകൊണ്ട് അവൻ വീണ്ടും തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ഭർത്താവിന്റെ അടുത്ത് താൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് കാണിച്ചാലും നായികയ്ക്കും ഇങ്ങനൊരു ജീവിതം നയിക്കേണ്ടി വന്നല്ലോ എന്നൊരു സങ്കടം ഉള്ളിലുണ്ട്. അപ്പോഴാണ് നായികയുടെ അവസ്ഥയും ഈ നാട്ടുകാർ സംസാരിക്കുന്നതും ഇതെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് നമ്മുടെ നായകൻ താൻ മദ്യപിക്കുന്നത് പൂർണ്ണമായും നിർത്താം എന്ന് ചിന്തിക്കുന്നത്. ഈ കാര്യം അവൻ തൻ്റെ കൂട്ടുകാരോടും പറയുമ്പോൾ, എടാ, ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ, വേറെ ആർക്ക് വേണ്ടിയാ? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് വേണ്ടി ഇത് മാത്രമല്ലടാ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യുമെന്ന് അവൻ അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം ആ വില്ലനുണ്ടല്ലോ, അയാളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താടാ, ഇവൻ മദ്യപിക്കുന്നൊന്നും നിർത്തില്ല, ഇങ്ങനെ തന്നെ തുടരുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ ആ വെല്ലുവിളി നടത്തിയത്. എന്നാൽ ഇവൻ ഇങ്ങനെ നന്നായി വരുന്നത് കണ്ടാൽ നമ്മുടെ ഭൂമിയൊക്കെ നമ്മുടെ കൈവിട്ടു പോകുമെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാളും വളരെ ഭയപ്പെടുന്നു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഇട്ട് നമ്മുടെ നായകനെ വീണ്ടും കുടിപ്പിച്ച് അവൻ ഭാര്യയുമായി സന്തോഷമായിരിക്കാൻ പാടില്ല എന്നയാൾ തീരുമാനിക്കുന്നു. മറുവശത്ത് നമ്മുടെ നായകൻ തന്റെ ഭാര്യയെ ഇതുവരെ സന്തോഷത്തോടെ നോക്കിയിട്ടില്ല. കുറഞ്ഞ പക്ഷം ഒരു മനുഷ്യനായിട്ടെങ്കിലും മാറാം എന്ന് ചിന്തിച്ച് അന്ന് വാലന്റൈൻസ് ഡേ ആണ്. അതുകൊണ്ട് നമ്മുടെ നായകൻ തന്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് നൽകാൻ അവിടെ പൂച്ചണ്ടൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു. അതോടൊപ്പം ഒരു ഗ്രീറ്റിംഗ്സ് കാർഡും വാങ്ങി വന്ന് അവർക്കത് സർപ്രൈസ് ആയി വെച്ചിട്ട് പോകുമ്പോൾ അതൊക്കെ കാണുന്ന നമ്മുടെ നായികയ്ക്ക് കണ്ണൊക്കെ നിറയാണ്. ഇവിടെ നമ്മുടെ വില്ലന് നമ്മുടെ നായകന് കുട്ടി ഉണ്ടാകുന്നത് പോലെയും ആ കുട്ടിയുമായി വന്ന് തങ്ങളുടെ ഭൂമി അപഹരിക്കുന്നതായോ ഒക്കെ സ്വപ്നം വരുന്നു. ഇങ്ങനെയിരിക്കെ ഈ വില്ലൻ തന്റെ സഹായിയും കൂട്ടിക്കൊണ്ട് നേരെ നായകന്റെ കടയിലേക്ക് വരുന്നു. അങ്ങനെ അവിടെ ഒരു മദ്യക്കുപ്പി എടുത്തുകൊണ്ട് വന്ന് നായകന്റെ മേശപ്പുറത്ത് വെക്കുന്നു. വിദേശ മദ്യമാണ്, തീർച്ചയായിട്ടും ഇത് കണ്ടാൽ അവന്റെ മനസ്സ് മാറുമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും മാറി നിന്നുകൊണ്ട് നോക്കുമ്പോൾ എന്നാൽ നായകന്റെ മനസ്സ് മാറുന്നില്ല. നേരെ ആ കുപ്പി കൊണ്ടുവന്ന് റോഡിൽ വെച്ച് തന്നെ എറിഞ്ഞുടയ്ക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ ഏകദേശം 3 ദിവസമായി ഇതുപോലെ ഒരു കുപ്പിയും തൊട്ടിട്ടില്ല. ഇതും തൻ്റെ ഭാര്യയോട് അവൻ വളരെ സ്നേഹത്തോടെ പറയുന്നു. വളരെ നല്ലത്, ഇനിയും ഇതുപോലെ ഒരു 3 മാസം തുടരണം. നിങ്ങളുടെ ശരീരം വളരെ ആരോഗ്യകരമായി മാറും. അതിനുശേഷം നമുക്കും വളരെ സന്തോഷത്തോടെ മറ്റു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാം എന്ന് അവൾ പറയുന്നു. അങ്ങനെ ഇവർ സംസാരിക്കുന്നതെല്ലാം പുറത്തു നിന്ന് നായകന്റെ അമ്മയും കേൾക്കുന്നുണ്ട്. മകൻ നന്നായി, അവനൊരു നല്ല ജീവിതം കിട്ടിയെന്ന് ചിന്തിച്ച് സംസാരിച്ചത് മതി, നിങ്ങൾ ഇനി ഉറങ്ങ് എന്നവർ പറയുമ്പോൾ ഇപ്പോൾ ഇവരും നാണത്തോടെ ഉറങ്ങുന്നു. ഇതിനിടയിലാണ് നായകനെ രാവിലെ അവന്റെ ഭാര്യ വന്ന് എഴുന്നേൽപ്പിക്കുന്നത്. എന്താണെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ നായകന്റെ അമ്മയുണ്ടല്ലോ, അവരവിടെ മരണപ്പെടുന്നു. നായകൻ അവിടെ തകർന്നു പോവാണ്. ഇങ്ങനെ നമ്മളൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നോർത്ത് അവിടെ തകർന്നു പോയി അവനൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായകനെയും അവന്റെ അമ്മയെയും കാണാനായി നമ്മുടെ നായകന്റെ ചേട്ടനായ ആ വില്ലനുണ്ടല്ലോ, അയാൾ വരുന്നു. അവിടെയും അവന്റെ അമ്മയ്ക്ക് ഒരു മാല ഇട്ടിട്ട് പിൻവാതിലിരിക്കുന്ന നായകനെ വന്ന് കാണുന്നു. എങ്ങനെയൊക്കെ നോക്കിയാലും നീ എൻ്റെ അനുജനാണ്, ഇങ്ങനെ തകർന്നു പോയി സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും വിഷമമുണ്ട്. ഇതിനെല്ലാത്തിനും ഒരേ ഒരു മരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ച് ഇത് കുറച്ച് കുടിക്ക് എന്ന് പറയുമ്പോൾ നായകന് ഭയങ്കര ദേഷ്യം വരുന്നു. അങ്ങനെ തന്നെ ആ മദ്യം വാങ്ങി ആ വില്ലന്റെ മുഖത്ത് തന്നെ ഒഴിക്കുന്നു. ഇതിൽ ഈ വില്ലനും അപമാനിതനായി പുറത്തു പോകുന്നു. എങ്കിലും നമ്മുടെ നായകന് തന്റെ അമ്മ പോയ സങ്കടം മാറ്റാൻ കഴിഞ്ഞില്ല. ഈ വിഷമത്തോടെ തന്നെ ഓരോ ദിവസവും അവൻ കഴിഞ്ഞു പോകുന്നു. ഇതിനിടയിലാണ് നായകന്റെ ടൗണിലുള്ള കൂട്ടുകാരൻ വരുന്നത്. ആ കൂട്ടുകാരന് വളരെ മോശമായ പല ശീലങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ നായകൻ കാണുന്നുണ്ട്. തനിക്ക് സംഭവിച്ച ആ ദുരന്തം മറക്കാൻ വേണ്ടി ആ ദുശീലങ്ങളിൽ നമ്മുടെ നായകനും പങ്കുചേരുന്നു. അതിലൂടെ അവൻ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം വീണ്ടും നായിക കാണുമ്പോൾ അവൻ അമ്മ പോയ സങ്കടത്തിൽ കുടിക്കുന്നതാണെന്ന് കരുതി ഒരു ദിവസം സഹിച്ചു നിൽക്കുന്നു. എന്നാൽ ഓരോ ദിവസവും അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ വീട്ടിൽ ഇതുപോലെ മദ്യപിക്കുന്ന പുരുഷന്മാരെല്ലാം ഇങ്ങനെയാണ്. ഒരു ദിവസം കൊണ്ട് ഇത് നിർത്താമെന്ന് അവർ ചിന്തിക്കും. എന്നാൽ അത് നിർത്താൻ കഴിയാതെ എന്തെങ്കിലും ഒരു കാരണം വെച്ച് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് കാരണം അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ എങ്ങനെയൊക്കെ ബാധിക്കപ്പെടുന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ നായകൻ അവന്റെ കൂട്ടുകാരനോടൊപ്പം ചേർന്ന് ചില ദുശീലങ്ങളിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ നമ്മുടെ നായകൻ ഒരു ദിവസം പോലീസിൽ പിടിക്കപ്പെടുന്നു. അങ്ങനെ അവനെ കുടുക്കിയത് ഈ വില്ലൻ ശേഖറാണ്. ഇപ്പോൾ നായകനെ അവരൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അതും ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ അറസ്റ്റിലായി പോകുന്നതുകൊണ്ട് നായകൻ അവിടെ വലിയൊരു അപമാനമാവുന്നു. നായകന്റെ ഭാര്യയും സ്റ്റേഷനിൽ വന്ന് അവിടെയുള്ള ഇൻസ്പെക്ടറോട് വളരെ അപേക്ഷിക്കുന്നു. ദയവ് ചെയ്ത് അവനെ വിട്ടയക്ക്, അമ്മ മരിച്ച സങ്കടത്തിലാണ് അവനിങ്ങനെ മോശമായ വഴികളിലേക്ക് പോയത്. ഇതിനുശേഷം ഞാൻ അവനെ വീട്ടിൽ തന്നെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവർ കരയുന്നു. എന്നാൽ ആ വില്ലന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയാണ് ഇൻസ്പെക്ടർ ഇങ്ങനെ ഒരു കേസെടുത്തത്. അതുകൊണ്ട് നായിക പറയുന്നതൊന്നും അവിടെ അവർ കാര്യമാക്കുന്നില്ല. ഇതിനിടയിൽ ആ വില്ലന് ഒരു ഭാര്യയുണ്ട്, അവരുടെ പേര് ലക്ഷ്മി. അവർക്ക് ഈ വിവരം അറിയാൻ കഴിയുന്നു. അതായത് തന്റെ ഭർത്താവായ ഈ ശേഖറും അവന്റെ സഹായിയും തമ്മിൽ സംസാരിക്കുന്ന അവർ കേൾക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ദേഷ്യം വരാണ്. അവൻ നിന്റെ അനിയനല്ലേ, അവൻ ജീവിക്കാൻ പാടില്ലെന്നാണോ നീ ചിന്തിക്കുന്നത്?
നീയൊക്കെ ഒരു ചേട്ടനാണോ, നീയൊക്കെ ഒരു ആണാണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ സ്വന്തം ഭർത്താവിന്റെ വാഹനം എടുത്ത് ഈ ലക്ഷ്മി നേരെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അങ്ങനെ സ്റ്റേഷനിലുള്ള ഇൻസ്പെക്ടറോട് നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മല്ലേഷിനെ ഉടൻ വിട്ടയക്കണം, ഇല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും എന്ന് അവരവിടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. എന്താ നിങ്ങൾ ആരാണ്, ആവശ്യമില്ലാതെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇൻസ്പെക്ടർ പറയുമ്പോൾ അപ്പോഴാണ് ലക്ഷ്മി ആരാണെന്നുള്ള തനി നിറം അവരെ കാണിക്കുന്നത്. സത്യത്തിൽ ഈ ലക്ഷ്മി ഒരു MLA യുടെ മകളാണ്. അങ്ങനെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ആ ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തി ആ FIR കീറിക്കളഞ്ഞിട്ട് അവിടെ നിന്നും നമ്മുടെ നായകനെ അവർ പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി നമ്മുടെ നായകയെ കണ്ട് ഒരു ഐഡിയ കൊടുക്കുന്നു. അതായത് അവന് നീ തന്നെ ആദ്യം മദ്യം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനുശേഷം ഇതുപോലെ മദ്യപിക്കില്ലെന്ന് നിന്റെ മേൽ സത്യം ചെയ്യിപ്പിക്കണം. അങ്ങനെ കുടിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ പുരുഷന്മാർ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ സ്വന്തം ഭർത്താവിനോട് നായികയും ചെയ്യുന്നുണ്ട്. ആ നിമിഷം മുതൽ നമ്മുടെ നായകൻ പൂർണ്ണമായും ഈ ദുശീലങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. നേരത്തെ തന്നെ നായകന് തന്റെ അമ്മ മരിച്ച സങ്കടം വേറെയുണ്ട്. ഇപ്പോൾ ദുശീലങ്ങളും നിർത്തിയതിനു ശേഷം തന്റെ ഭാര്യയാണ് നമ്മുടെ നായകൻ ഒരു അമ്മയായും ഒരു ഭാര്യയായും ഒരു അച്ഛനായും നിന്ന് അവിടെ കുറച്ചായി നോക്കുന്നത്. ഇതിനിടയിലാണ് ആ ബ്രോക്കർ ഉണ്ടല്ലോ, അതായത് നായകന് പെണ്ണ് കാണിച്ച ബ്രോക്കർ നായകന്റെ നാട്ടുകാരൻ തന്നെയാണ്. അയാളും നമ്മുടെ നായകനെ കാണാൻ വരികയാണ്. അയാൾ പറയുന്ന ഒരു കഥയിലാണ് നായകന്റെ ജീവിതം പൂർണ്ണമായും മാറുന്നത്. എടാ മോനെ, നീ എപ്പോൾ മുതലാണ് ഈ രീതിയിൽ മദ്യപിക്കാൻ തുടങ്ങിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അച്ഛൻ കാരണമാണല്ലോ. എന്നാൽ നിന്റെ അച്ഛൻ എത്ര വലിയ ത്യാഗിയാണെന്ന് നിനക്കറിയാമോ എന്നൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. അതായത് നമ്മുടെ നായകന്റെ അച്ഛൻ ഈ നാട്ടിലുള്ള എല്ലാ കള്ള് ഷാപ്പുകളും ഇല്ലാതാക്കണമെന്ന രീതിയിൽ പോരാടി കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഈ നാട്ടിലുള്ള കള്ള് ഷാപ്പുകളെല്ലാം ഇല്ലാതാക്കിയത് നമ്മുടെ നായകന്റെ അച്ഛൻ തന്നെയായിരുന്നു. അപ്പോൾ എന്തിനാണ് അദ്ദേഹം കുടിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ വീണ്ടും ഈ നാട്ടിൽ കള്ള് ഷാപ്പ് കൊണ്ടുവരാൻ വേണ്ടിയോ അവരുടെ ബിസിനസ് സംരക്ഷിക്കാൻ വേണ്ടിയോ നായകന്റെ അച്ഛനെ നിർബന്ധിച്ച് ഇതുപോലെ കുടിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ അതൊരു ശീലമായി മാറി അദ്ദേഹം സ്ഥിരമായി കുടിക്കുന്ന പോലെ ആയിത്തീർന്നു. അങ്ങനെയുള്ള ഒരു ത്യാഗിയുടെ മകനാണ് നീ വളർന്നത് മുതൽ നിന്റെ അച്ഛനെ ആ രീതിയിൽ തെറ്റായ കണ്ണിലൂടെയാണ് കണ്ടത്. എന്നാൽ ഇതിനു ശേഷമെങ്കിലും മാറ്. നിന്റെ അച്ഛൻ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് നിനക്കും സംഭവിക്കുന്നത്. ആ വില്ലനായ നിന്റെ ചേട്ടൻ ശേഖർ നിന്നെ ഈ വഴിയിൽ കുടുക്കിയിട്ട് ആ ഭൂമിയൊക്കെ അപഹരിക്കണമെന്ന് ചിന്തിക്കുകയാണ്. നിന്നെ വിശ്വസിച്ചൊരു പെണ്ണുണ്ട്, ദയവ് ചെയ്ത് നന്നാവ്. ഈ കുപ്പിയൊക്കെ പൂർണ്ണമായി വലിച്ചെറിഞ്ഞിട്ട് ഒരു സാധാരണ ജീവിതം നയിക്കടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉപദേശിക്കുന്നു. നായകനാകട്ടെ ഇതെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് താൻ ഇതിനു ശേഷം ഈ കുപ്പി തൊടാൻ പാടില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നു. അതിനുശേഷം ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ ഈ വില്ലൻ ശേഖറിനെയും നമ്മുടെ നായകൻ അയാളുടെ ഫാക്ടറിയിൽ തന്നെ വന്ന് കാണുന്നു. അങ്ങനെ ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഭയങ്കരമായ വഴക്കുണ്ടാവുന്നു. ആ വഴക്കിന്റെ അവസാനം ഇവർ രണ്ടുപേരുടെയും ഭാര്യമാർ ഇവരെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു. നായകനോടും അവന്റെ ഭാര്യ ഇപ്പോൾ എല്ലാ പ്രശ്നവും അവസാനിച്ചു, ഇപ്പൊ മദ്യപാനവും നിർത്തി, ഇപ്പൊ അടുത്തതായി വേറെ പ്രശ്നം ഉണ്ടാക്കി അതിനായി ജയിലിൽ പോകാൻ നോക്കുകയാണോ? എങ്ങനെയൊക്കെ നോക്കിയാലും അവൻ നിന്റെ ചേട്ടനല്ലേ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവനോട് ക്ഷമിച്ച് അംഗീകരിച്ചോ. നമുക്ക് ആ ഭൂമിയൊന്നും ആവശ്യമില്ല, സ്വന്തമായിട്ട് വീടുണ്ട്, കടയുണ്ട്, അത് മതി എന്നവർ പറയുന്നു. മറുവശത്ത് വില്ലന്റെ ഭാര്യയും എടാ ഇവിടെ നോക്ക്, ഞാൻ MLA യുടെ മകളാണ്, എന്റെ കയ്യിലില്ലാത്ത സ്വത്തില്ല, എന്നാൽ നീ നിന്റെ ഈഗോയ്ക്ക് വേണ്ടി ഒരു 4 ഏക്കർ ഭൂമിക്ക് വേണ്ടി നിന്റെ അനുജനുമായി വഴക്കിടുകയാണ്, നിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുകയാണ്. ഇതിനു ശേഷവും നീ അവന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കി എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് വിവാഹമോചനം നൽകി പോവും. നമ്മളെല്ലാം ഒരേ കുടുംബമാണ്, അനുജനെ അനുജനായി കണ്ട് അംഗീകരിച്ച് ജീവിക്കുക. ഇവിടെ സ്വന്തം ചേട്ടനോ അനിയനോ ഇല്ലാതെ എത്രയോ പേര് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത് എന്നവർ പറയുമ്പോൾ ഇപ്പോൾ ആ സ്ഥലത്ത് വെച്ച് വില്ലനും തന്റെ തെറ്റ് തിരിച്ചറിയുന്നു. അതിനുശേഷം അയാൾ തന്നെ ഇപ്പോൾ നായകന്റെ വീട്ടിൽ വന്ന് അവിടെ നായികയോടും മാപ്പ് ചോദിക്കുന്നു. ഞാൻ തന്നെയാണ് അവനെ പല കാര്യങ്ങളിലും പ്രേരിപ്പിച്ച് വീണ്ടും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കിയത്. അതേപോലെ പോലീസിലും കുടുക്കിയത് താനാണ്. ഇതിനെല്ലാത്തിനും എന്നോട് ക്ഷമിക്ക്. ഈ മാപ്പ് ഞാൻ അവനോട് ചോദിക്കണമെന്ന് തന്നെയാണ് കരുതിയത്. ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് കൂടുതൽ ബാധിക്കപ്പെട്ടത് നീയാണ്, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് എന്ന് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ വില്ലനും ആ വീട് വിട്ട് പുറത്തു വരുമ്പോൾ ഇതെല്ലാം പുറത്തു നിന്ന് നമ്മുടെ നായകനും കേൾക്കുന്നുണ്ട്. അവനും തന്റെ ചേട്ടൻ നന്നായാലോ എന്ന് വലിയ സന്തോഷമാവുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നായകന്റെ ജീവിതവും സന്തോഷമായി മാറുന്നു. എത്ര നാളായി തടസ്സപ്പെട്ടു പോയിരുന്ന ആ ആദ്യ രാത്രിയും നല്ല രീതിയിൽ നമ്മുടെ നായകൻ നടക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നായകന്റെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുന്നു. അതായത് നമ്മുടെ നായിക ഇപ്പോൾ ഗർഭിണിയാണ്. അങ്ങനെ അവർക്കുള്ള വളകാപ്പ് ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെ നായകനെ കുറിച്ച് തെറ്റായി സംസാരിച്ചവർ നമ്മുടെ വില്ലന്റെ ഭാര്യ എന്ന് തുടങ്ങി എല്ലാവരും വന്ന് അവിടെ നമ്മുടെ നായകനെ ആശംസിക്കുന്നു. ഇവരെല്ലാവരും സന്തോഷമായിരിക്കുന്ന പോലെയും അതിനുശേഷം ഇവർ രണ്ടുപേർക്കും അവകാശപ്പെട്ട ആ ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമി നീയും എടുക്കണ്ട ഞാനും എടുക്കണ്ട, രണ്ടുപേർക്കും കൂടെ ഇല്ലാത്തവർക്ക് എഴുതി വെച്ചാലോ എന്നൊരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ബ്രോക്കർ ഉണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ നായകന്റെ അച്ഛൻ വളരെ ത്യാഗിയാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ വെറുതെ ഒരു കഥയാണ്. സത്യത്തിൽ അദ്ദേഹവും വളരെ മോശപ്പെട്ട ഒരാളാണ്. എന്തായാലും കുടിച്ചു തന്നെ ജീവിതം നശിപ്പിച്ചു. എന്നാൽ അത് പറഞ്ഞാൽ നായകൻ വീണ്ടും പഴയതുപോലെ ആകുമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ മാറ്റി പറഞ്ഞത് എന്ന രീതിയിൽ അവിടെ വില്ലനോട് അയാൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.